ഇവിടെ 12 വീടുണ്ട്. അതിലേറ്റവും നല്ല പോർഷനാണിത്. സ്ഥല സൗകര്യം കുറെ കൂടുതലാണ്. വരൂ വരൂ വരൂ, ഇങ്ങോട്ട് വരൂ വരുന്നേ. ഇതാണ് ഹണിമൂൺ കോട്ടേജ്. ചേട്ടനത് ആവശ്യമില്ല. ഹണിമൂണിന് ഞങ്ങൾ അടുത്ത് വല്ലം വരാം. എന്നാലും വാടക ഇത്തിരി കൂടുതലല്ലേ എന്നെ? ചേട്ടാ ഇത് സീസണാണ്. അപ്പൊ ഇത് ഊട്ടിയല്ലേ? ഊട്ടി തന്നെ, ഊട്ടിയിലെ സീസണാ. എല്ലാ സാധനങ്ങൾക്കും 3 ഇരട്ടി വലിയ വിലക്കല്ലല്ലോ ഞാൻ ചോദിച്ചേ, വാടകയ്ക്കല്ലേ? പരാതി എന്തുണ്ടെങ്കിൽ 1 എഴുതി തന്നാ മതി, ഞാൻ മുതലാളിക്ക് എത്തിക്കാം. ആരാ എന്റെ മുതലാളി? രാമസ്വാമി നായക്. നായ? രാമസ്വാമി നായക്. എന്തായാലും നിൽട്ടില്ല. അല്ല, രാമസ്വാമി നായകൻ. അങ്ങനെ ഇപ്പൊ ഓടണ്ടില്ല. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ക്ലോസാണ്. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇറങ്ങിയപ്പോ ചെയ്താൽ മതി. മോളെ ആ നമ്പർ നോട്ട്. നമ്പർ എത്ര? നമ്പറില്ല, ചേട്ടനല്ലേ വിളിച്ചാൽ മതി. വിളിച്ചിട്ടുണ്ടോ? വിളിക്കണ്ടാ? ഇല്ലപ്പാ, വിളിച്ചിട്ടില്ല. ഊട്ടല്ലേ ചാണാണിത് മോനെ. ആ കുട്ടിക്ക് വേദനിച്ചുട്ടോ. ചേട്ടാ ചേട്ടാ, സോഡ. സോഡയാ? സോഡ. അതെന്താ, ഊട്ടിൽ നല്ല വെള്ളം കിട്ടില്ലേ? ഊട്ടിൽ അസുര വെള്ള. പിന്നെ ഇതിനെ സോഡ? ഈ സോഡ ഇങ്ങനെ ഒഴിച്ച് കുറേശ്ശെ 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 കുടിച്ച്. സോഡ? ആ സോഡ. 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 അപ്പൊ അതിന്റെ ആളാണല്ലേ? ഊട്ടിയിലുണ്ടാണല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. താഴെ കാര്യം ചെയ്യും, ആ വണ്ടിക്കകത്ത് തന്നെ പെട്ടി സാധനങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ട് വാ. അപ്പൊ സോഡ ഓടോ. ചാവി 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 ചാവി. ഇയാളാള് ശരിയല്ലേട്ടാ. പിതാവിന്റെ ഓടക്കോലും പിടിച്ച് സൂത്രക്കാരൻ ഇവിടെ നിൽക്കല്ലേ? ദേ, ഞാനും ഈ കുരിശും തമ്മിൽ ചെറിയൊരു ഏർപ്പാടുണ്ട്. ബുദ്ധിമുട്ടാവില്ല? എന്താ? അന്നേ, നീ കുളിക്കണില്ലേ? ഞാൻ നാളെ കുളിച്ചോളാം. അയ്യോ, എന്തൊരു തണുപ്പാ. എടേ, ഇന്ന് തിങ്കളാഴ്ചയാ, നീ കുളിക്കുന്ന ദിവസം. ഓ, ഊട്ടിയിൽ 2 ആഴ്ചയിലിരിക്കും മതി കുളിയൊക്കെ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടാ? ബൈബിളിലാണോ ഖുറാനിലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ദേ, നിന്റെ ഈ പുറത്ത് അഴുക്കൊക്കെ ഒന്ന് പോയിട്ട് നീ ഒന്ന് മെലിഞ്ഞ് സുന്ദരിയാവാനല്ലേ ഞാനീ പറയണേ. നിങ്ങളെവിടേക്കാ? നല്ല ഐസ് പോലത്തെ ചൂടുവെള്ളം ഉണ്ട്, പോയി കുളിച്ചേ. ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് കുളിച്ചോളാം. വേലൊക്കെ മാറിയിട്ട്. ഉവാ, അവരെ ഈ തണുപ്പത്ത് കുളിപ്പിച്ച് പനിയൊന്നും വരുത്തി വെക്കണ്ട. അവര് രക്ഷപ്പെട്ടു, നമ്മളും. അതെ, വെള്ളത്തിന് നല്ല തണുപ്പാ. ഞാൻ ഇപ്പൊ പോയി നോക്കിയതാടി. ഇനി ഇപ്പൊ ഏതായാലും കുളിക്കണ്ട, നമുക്ക് വേറെ നല്ല കാര്യങ്ങൾ ആലോചിക്കാന്നേ. വേണ്ട, വയസ്സുകാലത്തൊരു ശൃംഗാരം. ദേ, ഇവിടെ പാരും ഇല്ല, നല്ല സമയം. പണ്ടാറില്ലല്ലോ. അവര് പ്രകൃതി നീ കാണാൻ പോയിരിക്കില്ലടി. എന്ത് വല്ല ധർമ്മക്കാരാവും ഇല്ലടി? അല്ലല്ലോ. പിന്നെ വരാണ്. മനസ്സിലായില്ല. ഞങ്ങൾ അടുത്ത പോർഷനിൽ താമസിക്കാമെന്നവരാ. ഹണിമൂണാ? അതെ, അതിന്റെ കീ നിങ്ങളുടെ താക്കോലിന്റെ കൂട്ടത്തിലുണ്ട്. നിങ്ങളുടെ ഹണിമൂണിന്റെ കീ എങ്ങനെയാ ഞങ്ങളുടെ കയ്യിൽ വരിക? സീസർ പറഞ്ഞയച്ചതാ. സീസറോ? അതെ. അവൻ അങ്ങനെ പറഞ്ഞു? അവൻ ഇപ്പൊ എന്താ അങ്ങനെ പറഞ്ഞേ? അവൻ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. വിളിച്ചു ചോദിക്കാം. സീസർ, സീസർ. വരട്ടെ 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 വരട്ടെ, ചോദിക്കാം. ആളെത്തിലോ? നീ ഇവരോട് നീ പറഞ്ഞോ? നീ എന്തോന്നും മിണ്ടാത്തെ? അയ്യോ, ഇദ്ദേഹമല്ല, വീടിന്റെ ആളാ. അയാളുടെ പേരും സീസർ എന്നാ. ഇതെന്തപ്പോ ഈ പട്ടിക്കും മനുഷ്യനൊക്കെ ഒരേ പേര്? അന്നെ ആ ചാവി എടുത്തിട്ട്. എന്താ പേര്? ക്രിസ്ത്യാനിയാണോന്നറിയാനാ. ഞാൻ ശ്രീരാമൻ. അപ്പൊ ഇത് സീരി ആയിരിക്കും അല്ലേ? അല്ല, ഇന്ദുലേഖ. ആ, എന്റെ പേര് പൗലോ. ഇത് അന്ന. എന്താ പിടിച്ചോ, ഈ സമയം കളയണ്ട, പോയിക്കോ. വാ. എന്തൊരു ശേല അല്ലേടി എന്നെ കൊണ്ടുപോയില്ലേ നീ?
പേടിച്ചു തുടങ്ങിയ ദേ ഈ ഒരെണ്ണം കൂടെ ഉള്ളൂ. ഉണ്ണിമാഷനാണ്. എന്തുവിന് അറിയില്ലല്ലോ ഉണ്ണിമാഷനെ. കല്യാണത്തിനുണ്ടായിരുന്നു. ബ്രഹ്മചാരിയ. പക്ഷെ ഇത്രയും നല്ലൊരു രസികനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആശാൻ പറയുന്നത് ഞാനൊരു ഡയറി തയ്യാറാക്കണമെന്നാണ്. വിവാഹത്തിന്റെ അന്ന് മുതൽ 1 വർഷം വരേക്കുള്ളത്. എന്നിട്ട് 2 വർഷം കഴിഞ്ഞ് അവനെടുത്ത് വായിക്കുക. വിവാഹം കഴിച്ചത് ഒരു ആന മണ്ടത്തരമാണെന്ന് അപ്പ തോന്നുമത്രേ. പക്ഷെ എനിക്കങ്ങനെ തോന്നാൻ വഴിയില്ല കേട്ടോ. ലവ് മാരേജിനെ പറ്റിയുള്ള മൂപ്പരുടെ തിയറി അറിയൂ. ന്യൂട്ടൺസ് ലോ പോലെയാണ്. എത്ര വേഗത്തിൽ അടുത്തുവോ അതേ വേഗത്തിൽ അകലുമെന്ന്. ഈ പോയ സ്ഥലത്തിൽ നിന്ന് നമ്മളെ പട്ടിണി കൊണ്ടുവരുന്നത്. ആ വാ 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 വാ. ആ എല്ലാവരും ഡിസിപ്ലിൻ ആയിട്ട് കുട്ടികൾ ഇപ്പോഴാ വന്നത്. ഇത് ഉക്രു, എന്റെ ഇളയ സന്താന. അല്ലടാ മോനെ? ഹലോ. ആ ഇത് കറിയാച്ചൻ, ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിക്കുന്നത്. ഡോൺ ബോസ്കോ. ഇത് സോഫി. നന്നായിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യും. TV ഓൺ ചെയ്താ വേണ്ട, നീ ഇപ്പൊ TV ഓൺ ചെയ്യണ്ടട്ടാ. ആ ഇത് സീസർ, ക്രിസ്ത്യാനി പട്ടിയ. ഇത് ശ്രീരാമൻ ആൻഡ് ഇന്ദുലേഖ, ഹണിമൂൺ കപ്പിൾസ്. ആ മതി 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 മതി. അന്നയെ പരിചയപ്പെടുന്ന കാര്യമില്ലല്ലോ. വലിയ തറവാട്ടുകാരിയാ, കൊളുവൻ. വീട്ടുപേരാ. പെരുങ്ങുഴുവനല്ല, വാപ്പാലശ്ശേരി കുളുവൻ. പിന്നെ മൂത്ത ആങ്ങളെ അങ്ങ് അമേരിക്കയില്. അവരെ നമുക്ക് അമേരിക്കയിൽ തന്നെ കൂച്ചിടാം. ഇങ്ങോട്ട് കിട്ടിയിരിക്കണ്ട. നിങ്ങൾക്ക് അവനെ കൊണ്ട് ആവശ്യമൊന്നുമില്ലല്ലോ. ആ ശ്രീരാമൻ എന്ത് ജോലി? അധ്യാപകന് കോളേജില്. ആ വാദ്യാര. എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ചെന്ന് ചോദിക്കാം. സീതയ്ക്കോ? സീതയല്ല, ഇന്ദു. ജോലിയൊന്നും ആയിട്ടില്ല. വേണ്ട, എന്തിനാ വെറുതെ ജോലി ചെയ്യണേ? ഒരാൾക്ക് പോരെ ജോലി. ആ എനിക്കിപ്പോ എന്താ ജോലി എന്നായിരിക്കും. അന്ന മേച്ചോർസ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ എന്നാ അതെന്റെയാ. ആനമാർക്ക് തീപ്പെട്ടി. കുന്നംകുളത്തുനിന്ന് വടക്കാഞ്ചേരിക്ക് പോകുമ്പോ റോഡിന്റെ വലതുവശത്ത് കാണാം അന്ന മാച്ച് വർക്ക്. എപ്പോഴെങ്കിലും ആ വഴിക്ക് വരുമ്പോ അവിടെ ഒന്ന് കേറുക. വിരുന്നുകാരെന്ന് പറഞ്ഞാ എന്റെ കുട്ടികൾക്ക് ജീവനാ. അതെ അതെ. വേറൊന്നുകൊണ്ടല്ല, വിരുന്നുകാർ വരുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് വിളമ്പി കൊടുക്കൂലോ. അപ്പൊ ഇവർക്ക് ഞഞ്ഞിട്ട് പൂശാം. അതന്നെ. എന്റെ കുഞ്ഞുങ്ങളായോണ്ട് ഞാൻ പറയല്ല, ആ. ഇത്രയും അനുസരണയും ഭക്തിയുള്ള അതെ. കുഞ്ഞുങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ കർത്താവേ. എന്താണ് പട്ടി? പപ്പ, ഇതോടുകൂടി ഞാൻ സോറിട്ടാ. ദോഷം വരുത്തിരിക്കാനായി. എന്റെ സകല മൂടും പോയി. ശ്രീരാമ, നിങ്ങൾ ഇപ്പൊ വീട്ടിലേക്ക് പോ. ഞാൻ പിന്നെ വരാം. ഇവരോട് നല്ല വർത്താനം പറയാം. നമ്മൾ അവരുടെ വീട്ടിലല്ലേ വന്നിരിക്കുന്നേ. അയ്യോ, ഞങ്ങൾ അറിയട്ടെ. ഇനി ഇവിടെ നിന്നാ ചിലപ്പോ ഈ ബംഗ്ലാവിന് ഈ പിശാചുകൾ തീ വയ്ക്കും. ചായ, മറ്റേ കാര്യം പറഞ്ഞില്ല. നിനക്ക് വിശക്കുണ്ടോ? അതല്ല, അവരെ ആഹാരത്തിന് വിളിക്കുന്ന ആ അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഇന്ന് ഉച്ചക്കല്ല, ഇന്നും. എന്നും? ആ. ഇന്ന് ഉച്ചയ്ക്കല്ല, എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ആ ചെല്ലി ചെല്ലി കളമാരൊക്കെ പോട്ടെ. വന്നേ. ചെല്ലി 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 ചെല്ലി. എന്തെങ്കിലും നിന്റെ വല്ലതും പോയിട്ടുണ്ട്. ഞാൻ ഒറ്റ ചവിട്ട്. സോറി ഇട്ടാ. പണ്ട് പഠിക്കുന്ന കാലത്തും പിന്നെ കുട്ടികളുമായി ടൂറിന് വരുമ്പോഴും ഈ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. സുന്ദരിയായ ഭാര്യയുമൊത്ത് ഇവിടെ ഇങ്ങനെ നടക്കുക. ലേശം പൈങ്കിളിയാണെങ്കിലും സംഭവം രസകരമല്ലേ? ഇന്ദുവിനറിയൂ, പെണ്ണ് കാണാൻ ഞാൻ വന്ന ദിവസം സത്യം പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. അമ്മയെ തൃപ്തിപ്പെടുത്താൻ ഒരു ചടങ്ങ് കൂടി, അത്രേ വിചാരിച്ചുള്ളൂ. കല്യാണത്തിന് സംഭവിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അമ്മയായിരുന്നു. എന്റെ മനസ്സ് അമ്മയാണ് മാറ്റിയെടുത്തതെന്നാണ് ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. ആഗ്രഹത്തെ അമ്മ എടുത്തോട്ടെ. മാത്രമല്ല, പെണ്ണിനെ കണ്ട് ഞാനങ്ങ് വീണു എന്നാരും പറയരുതല്ലോ. അങ്കിളിനെ പിടിക്കാം നമുക്ക്. അല്ല ആളാ. നിങ്ങളെയൊക്കെ അന്വേഷിച്ച് എവിടെയൊക്കെ തിരക്കുന്നറിയോ? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്നെ ഇവരൊക്കെ പിടിച്ച് നേരെ നിർത്തി. ശ്രീരാമനും സീതയും നടുക്ക് നിൽക്കട്ടെ. ഊട്ടി വന്നിട്ടൊരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഊട്ടിക്ക് വരുന്നേ? ശ്രീരാമൻ കൈ സീതയുടെ തോളത്തിട്ടോ? കുഴപ്പമില്ലേ? അന്നെ നിന്നിപ്പൊ കണ്ട സീതയുടെ അമ്മയാണെന്ന് തോന്നുന്നു. എന്തൊരു സാമ്യ. ഉക്രു പിന്നെ നിക്കറും നേരെ ഇട്ടേ. ഒക്കെ പുറത്ത് കാണണ്ട. ഈ ചെക്കൻ്റെ പിന്നെ വട്ടപ്പാലം തിരിയണേ നേരെ. അന്നെ ഒന്നുകൂടി ചേർന്ന് തന്നെ. നിന്നെ കൊള്ളുന്നടി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം.
അങ്ങനെ ക്യാപ്പ് എടുത്തില്ല. ഓ സോറി. അതല്ല, ക്യാമറയുടെ ക്യാപ്പ്. എന്തിനത്? പൊടി വിടണം. കളിയാക്കണവരെ ദൈവം ശിക്ഷിക്കും. പുതിയ ക്യാമറ ആയിരുന്നു. അല്ല, അങ്ങള് നീന്താൻ അറിയൂ? അത് ഞാൻ നീന്തലൊന്നും അറിയത്തില്ല. കൈ കാണുന്നുണ്ട്, കൈ കാണുന്നുണ്ട്. എന്റെ ക്യാമറ എന്ത്? ക്യാമറ നിന്റെ അപ്പൻ. ആരെങ്കിലും എന്റെ കൈ ഒന്ന് പിടിച്ചേ സ്നേഹിത. അച്ഛോ അച്ഛോ, എന്റെ കർത്താവേ, എന്നെ ആരെങ്കിലും തള്ളിയിട്ടതാണോ? അല്ലാണ്ട് വീഴാൻ വഴിയില്ലല്ലോ. സാർ, എന്നെ അടിച്ചു സാർ? ഇതേതാ ഈ ശവം? തന്നിൽ ഏതാവത് വിളുതടിച്ചാ സാർ? തന്നെ അടിച്ച് നിന്റെ അപ്പനുണ്ടാ? സാറേ, ഞാൻ മുങ്ങൽ വിദഗ്ധനാ. വെള്ളത്തിൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുങ്ങിയെടുത്ത് തരും. ദൈവം കാണിച്ചെന്ന ആളടി. നീ മുങ്ങോ? മുങ്ങും. അതിനല്ലേ ഇതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കണേ? ഒരു ക്യാമറ വീണിട്ടുണ്ട്, മുങ്ങിയെടുത്ത് തരുമോ? പിന്നെ ക്യാമറ അല്ല, ശവത്തെ വേണമെങ്കിൽ ഞാൻ മുങ്ങിയെടുത്ത് തരും. ശവം വേണ്ട, ക്യാമറ മതി. അഡ്വാൻസ് വേണം. അഡ്വാൻസ് അവസാനം തന്ന അഡ്വാൻസ് ഫസ്റ്റിൽ വേണം. എത്രയാ? 100 രൂപ. 100 രൂപ? അത് വളരെ കൂടുതലാണോ? ഇതാ, ഇതിന് 50 രൂപയുണ്ട്. ബാക്കി ഞാൻ പൊങ്ങുമ്പോ തരാം. മുങ്ങിക്കോ. എന്തേ? ചെല്ലു. ഞാൻ പറഞ്ഞു ശരിയല്ലേ? തണുത്തിട്ട് നിക്കാൻ പറ്റില്ലെന്നേ. ഉള്ളതുകൊണ്ട് കിട്ടാതെ ഒരു മനുഷ്യന് വേണ്ടിയിലേക്ക് ഇന്ന് വരെ മുങ്ങിയില്ല. ഇത് നാട്ടുകാരായി പോയില്ലേ? ഇത് ചെയ്യും. അന്നെ ഇയാളെന്താ ചാവാൻ പോണോ? ഞാൻ പിന്നാക്കം ചാടി, ഇയാളും മുന്നാക്കം ചാടിയല്ലേ? മിടുക്കനാ. ചത്തത് കാണുന്നില്ലല്ലോ. മുങ്ങിയോ? അതിപ്പോ നമ്മൾ കണ്ടതല്ലേ? അതല്ലെന്ന്, ക്യാമറയുമായി മുങ്ങിയോന്ന്. മുങ്ങൽ വിദഗ്ധനല്ലേ? ക്യാമറ പോയെങ്കിൽ പോട്ടെ, ജീവൻ പോയ കഥയുണ്ട്. കേട്ട ആരും വിശ്വസിക്കില്ല. അത്രയ്ക്ക് ഭയങ്കര. ഇച്ചായൻ കള്ളക്കഥ പറയാൻ തുടങ്ങുന്നു. പോടി ഓടുന്നു. സാരമില്ല, അങ്കിൾ പറഞ്ഞു ഒരു കഥ കേൾക്കാൻ പറ്റിയ മൂടാ. അങ്ങനെ പറ. പക്ഷെ ഇതൊരു കഥയല്ല, നടന്ന സംഭവ. അപ്പാപ്പൻ മരിച്ച വിവരം കുമിളിയിലുള്ള വല്യപ്പനെ അറിയിക്കാൻ പോണം. അന്ന് ആരും ഇതിന് തയ്യാറല്ല. എന്റെ ചെറുപ്പത്തിൽ നോക്കുകൊണ്ട് ഞാൻ എന്റെ ബുള്ളറ്റും എടുത്ത് തിരിച്ചു. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കുട്ടിക്കാനം മുതൽ കുമിളി വരെ അന്ന് നല്ല കാടാ. നട്ടുച്ചയ്ക്ക് പോലും കൂരിരുട്ട്. ഏതാണ്ട് രാത്രി 11:45 ശ്മശാനത്തിനടുത്തെത്തി. തൊട്ടെതിരെയാണെങ്കിൽ അതിഭയങ്കരമായ ഒരു കൊക്ക. സായിപ്പ് കൊക്ക എന്നാണ് അതിന്റെ പേര്. പണ്ടെങ്ങാണ്ട് ഏതൊരു സായിപ്പ് ജീപ്പോട് കൂടി ആ കൊക്കയിലേക്ക് മറിഞ്ഞുത്രേ. ആ സായിപ്പും ജീപ്പും രാത്രി കാലങ്ങളിൽ അതിലെ പോകുന്നവരെ ശല്യം ചെയ്യാറുണ്ട്. പെട്ടെന്നാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. കുറുക്കന്റെ ഊരിയിടലും കണ്ണിൽ കുത്തിയാൻ അറിയാത്ത ഇരുട്ടും മരം കൂച്ചുന്ന തണുപ്പും മൂടൽ മഞ്ഞുകൂടി ആയപ്പോ പിന്നെ പറയുകയും വേണ്ട. തൊട്ടു മുമ്പിൽ എന്താണെന്ന് ഒരു പിടിയില്ല. 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ദൂരെ നിന്നൊരു വെളിച്ചം അടുത്തടുത്ത് വരുന്നു. പെട്ടെന്ന് ബൈക്ക് നിന്നു. ആരോ പിടിച്ചു വെച്ചത്. ഞാൻ തളർന്നു. വെളിച്ചം എന്റെ അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരു കറുത്ത ജീപ്പും അതിനകത്ത് വികൃതരൂപനായ ഒരു സായിപ്പും. ഒരു നിമിഷം ഞാൻ ഗീവർഗീസ് പുണ്യാന്ന് മനസ്സിൽ ധ്യാനിച്ചു. കിക്കറിന്റെ ഒറ്റ ചവിട്ട്. ബൈക്ക് സ്റ്റാർട്ടായി. ഞാൻ വണ്ടി തിരിച്ചുവിട്ടു. തൊട്ടു പുറകെ സായിപ്പിന്റെ ജീപ്പും. ബൈക്ക് 80, 90, 100, 120. എനിക്ക് പുറകെ 2 അടി വ്യത്യാസത്തിൽ ആ കറുത്ത ജീപ്പും. ഞാൻ വളവ് തിരിഞ്ഞു. അതേ കറുത്ത ജീപ്പ് എന്റെ തൊട്ടു മുൻപിൽ എനിക്കെതിരെ. 2 തീക്കട്ട പോലെ
ജീപ്പിന്റെ ഹെഡ്ലൈൻ എന്റെ കണ്ണു ചിമ്മി. 1 2 3